നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്ലാമിക രാജ്യമായ പാലസ്തീനെ അയർലൻഡും നോർവേയും സ്പെയിനും അംഗീകരിച്ചതിൽ ഇസ്രായേൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുകയാണ്. മൂന്ന് രാജ്യങ്ങളെയും അംബാസഡർമാരെ അടിയന്തരമായി തിരിച്ചുവിളിക്കുക മാത്രമല്ല, അയർലൻഡും നോർവേയും സ്പെയിനുമായുള്ള വ്യാപാര നയതന്ത്ര ബന്ധങ്ങളും ഇസ്രായേൽ റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു. പ്രധാനപ്പെട്ട മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ വർഗ്ഗശത്രുവായ പലസ്തീനെ അംഗീകരിച്ചതിൽ പ്രതിഷേധിച്ച് ഹമാസുമായുള്ള പോരാട്ടം ഇസ്രായേൽ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. യുദ്ധത്തിന് പരിഹാരം തേടിയാണ് പലസ്തീനെ അംഗീകരിക്കുന്നതെന്ന് ഇസ്രായേലും സ്പെയിനും പറഞ്ഞതിനെ ഇസ്രായേൽ ശക്തമായി വിമർശിച്ചു. പശ്ചിമേഷ്യയിൽ വീണ്ടും കടുത്ത യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ ഒരുക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിന്റെ പാലസ്തീന്റെ ഏറ്റവും വലിയ സഹായിയും സുഹൃത്തുമായിരുന്ന ഇറാൻ പ്രസിഡന്റിന്റെ അപകടമരണത്തിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന് പങ്കുണ്ടെന്ന ആരോപണങ്ങൾ ശക്തമായിരിക്കെയാണ് ഇസ്രായേലിനെ ചൊടിപ്പിക്കുന്ന തീരുമാനം വന്നിരിക്കുന്നത്. ഇസ്ലാമിക തീവ്രവാദികൾ യൂറോപ്പിൽ ക്രിസ്തീയ വിശ്വാസത്തിനും ക്രിസ്തു മതത്തിനും ഭീഷണി ഉയർത്തുന്നുവെന്ന ശക്തമായ വികാരം യൂറോപ്പിൽ ഉയർന്നു വരുമ്പോഴാണ് മൂന്ന് കത്തോലിക്ക രാജ്യങ്ങൾ പാലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ചിരിക്കുന്നത്. ഹമാസുകൾ ബന്ദിയാക്കിയിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരെ വിമോചിപ്പിക്കുന്നതിൽ ലോകരാജ്യങ്ങൾ താൽപര്യം കാണിക്കുന്നില്ലെന്ന ഇസ്രായേലിന്റെ വിമർശനം നിലനിൽക്കെയാണ് പാലസ്തീന് യൂറോപ്പിൽ നിന്നും കൂടുതൽ അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നീക്കത്തെ പലസ്തീൻ അതോറിറ്റിയും ഹമാസും സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിലെ ശാശ്വത സമാധാനത്തിന് പരിഹാരം വേണമെന്ന നിലപാടിലാണ് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും പലസ്തീൻ അംഗീകരിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലെങ്കിലും അതിന്റെ നീക്കങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന നോർവേ ഇസ്രായേലും ഫലസ്തീനിയും തമ്മിലുള്ള ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ശക്തമായ പിന്തുണക്കാരാണ്. അടുത്ത ആഴ്ചയോടെ പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുമെന്നാണ് നോർവേ, അയർലൻഡ്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ദ്വിരാഷ്ട്രവാദത്തിന്റെ അംഗീകാരം മാത്രമാണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് പ്രതിവിധിയെന്ന് യൂറോപ്യൻ യൂണിയനിലെ വിവിധ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നോർവേയും അയർലൻഡും സ്പെയിനും തങ്ങളുടെ തീരുമാനം അറിയിച്ചത്. അയർലൻഡിനും പലസ്തീനും ഇത് ചരിത്രപ്രധാനമായ ദിനമാണെന്ന് അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് പ്രഖ്യാപിച്ചതും ഇസ്രായേലിനെ ചൊടിപ്പിച്ചു. സ്പെയിനും അയർലൻഡും നോർവേയും ഹമാസിന്റെ കൊലപാതകികൾക്കും ബലാത്സംഗം ചെയ്യുന്നവർക്കും സ്വർണ്ണ മെഡൽ നൽകാൻ തീരുമാനിച്ചത് ചരിത്രം ഓർക്കുമെന്നാണ് കടുത്ത ഭാഷയിൽ ഇസ്രായേൽ പ്രതികരിച്ചിരിക്കുന്നത്. ഏറെ വൈകാതെ ഇസ്ലാമിക തീവ്രവാദത്തിൽ യൂറോപ്പിലെ ക്രൈസ്തവ സംസ്കാരം തന്നെ ഇല്ലാതാകുമെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നത്. യുഎന്നിന്റെ 193 അംഗരാജ്യങ്ങളിൽ 143 പേരും നിലവിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നുവെന്നിരിക്കെ ഇസ്രായേലിന്റെ ചൊടിപ്പിനെ അയർലൻഡ് വലിയ ഗൗരവത്തിൽ കാണുന്നില്ല. 1988 നവംബർ 15 അൾജീരിയയിൽ വെച്ചാണ് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ചെയർമാനായിരുന്ന യാസർ അറാഫത്ത് ജെറുസലേം തലസ്ഥാനമായി ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത്. ഇസ്രായേലിന്റെ പുണ്യഭൂമിയായ ജെറുസലേമിൽ വരെ പാലസ്തീൻ ആധിപത്യം പുലർത്തുന്നതിലെ ശക്തമായ അമർഷം ഇപ്പോഴും ഇസ്രായേലിനുണ്ട്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കിഴക്കൻ യൂറോപ്പിലെയും ഒട്ടുമിക്ക രാജ്യങ്ങളും ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയവ ശക്തി രാജ്യങ്ങൾ ഇസ്രായേലിന് മാത്രമാണ് പിന്തുണ നൽകുന്നത്. 144 UN അംഗരാഷ്ട്രങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്നുണ്ട്. റഷ്യ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങൾ ഇതിൽപ്പെടും. എന്നാൽ യൂറോപ്യൻ യൂണിയനിലെ ഏതാനും രാജ്യങ്ങൾ മാത്രമേ പലസ്തീനെ അംഗീകരിക്കുന്നുള്ളൂ. ബ്രിട്ടനും ഓസ്ട്രേലിയയും വൈകാതെ അംഗീകാരം നൽകുമെന്ന് സൂചന നൽകിയിട്ടുണ്ട്. ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കുന്ന യുഎസിനാകട്ടെ ഇത് യുഎന്നിൽ വീറ്റോ ചെയ്യാൻ കഴിയും. ഫ്രാൻസും ജർമ്മനിയും പലസ്തീനെ അംഗീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.